അപ്പോൾ ഈ നമ്മൾ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ആന്തര വ്യാപാരങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി. അതങ്ങനെ സംഭവിക്കാൻ കാരണം ബൈബിളിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഈ ദാവീദിൻ്റെയൊക്കെ ആ കുറ്റബോധവും പാപബോധവും അത് സങ്കീർത്തനങ്ങളിലാണത്, ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ നമുക്കത് വായിക്കാൻ കഴിയും. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയോ കഥ പറയലിൻ്റെ ആശയങ്ങൾ മുഴുവനും നമ്മൾ ഒരു എഴുത്തിലേക്ക് പകർത്തുക, അത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ട് എന്നുള്ളത് വേറൊരു വലിയൊരു ആവേശവും ധൈര്യവും. എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് പുറത്തേക്ക് വരാൻ, മുള നീട്ടാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്തൊരു ഭൂചലനം, അത് മാനസികമായ ഒരു ഭൂമികുലുക്കവും ഒരു അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കേരളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളും കഥാകാരന്മാരും നോവലിസ്റ്റുകളും തങ്ങളുടെ ജീവിതത്തെ